അതുകൊണ്ട് തന്നെയാണ് ജോർജ് ബെർണാഡ് പ്രവാചകനെ സംബന്ധിച്ച് പറഞ്ഞു, ഐ ഹാവ് സ്റ്റഡിഡ് ഹിം, ദ വണ്ടർഫുൾ മാൻ, ഹി മസ്റ്റ് ബി കോൾഡ് ദ സേവിയർ ഓഫ് ഹ്യൂമാനിറ്റി. ഞാൻ അദ്ദേഹത്തെ പഠിച്ചിട്ടുണ്ട്. മനുഷ്യ വിസ്മയമാണ് അദ്ദേഹം. മാനവരാശിയുടെ മോക്ഷദായകൻ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ടത്. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പറഞ്ഞു, മുഹമ്മദ് ഇസ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ഓഫ് ഓൾ റിലീജിയസ് പേഴ്സണാലിറ്റീസ് ഓഫ് ദ വേൾഡ്. മത നേതാക്കന്മാരിൽ വെച്ച് ഏറ്റവും വിജയശ്രീലാളിതനായിട്ടുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണെന്ന്. മൈക്കിൾ എച്ച് ഹാർട്ട് ദ 100 എന്ന സുപ്രസിദ്ധ ഗ്രന്ഥത്തിൽ മനുഷ്യ സമൂഹത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തിയായി പ്രവാചകനെ തിരഞ്ഞെടുത്തുകൊണ്ട് പറഞ്ഞു, Muhammad is the only man who had been extremely successful in both religious and secular levels. മതവും മതേതരവുമായ മേഖലകളിൽ ഇത്രമാത്രം വിജയം വരിച്ചിട്ടുള്ള വ്യക്തി മുഹമ്മദ് മാത്രമാണ് എന്ന് ലമാർട്ടിൻ ദ ഹിസ്റ്ററി ഓഫ് ടർക്സിൽ പ്രവാചകനെ സംബന്ധിച്ച് പറയുന്നു, ഫിലോസഫർ, അപ്പോസ്റ്റൽ, ലെജിസ്ലേറ്റർ, വാറിയർ, conqueror of ideas, restorer of rational dogmas, of a cult without images, founder of 20 terrestrial empires in one single empire. That's Muhammad. As regard all standards by which human greatness may be measured, we may well ask, is there any man greater than he? തത്വചിന്തകൻ, വാഗ്മി, പുണ്യപുരുഷൻ, നിയമനിർമ്മാതാവ്, ധീരപോരാളി, ആദർശങ്ങളുടെ ജേതാവ്, പ്രതിബിംബങ്ങളില്ലാത്തൊരു ആരാധനാ രീതിയിൽ അധിഷ്ഠിതമായ യുക്തിസഹമായ ഒരു വിശ്വാസ സംഹിതയുടെ സ്ഥാപകൻ, 20 ഭൗതിക സാമ്രാജ്യങ്ങളുടെയും ഒരു ആത്മീയ സാമ്രാജ്യത്തിൻ്റെയും മഹാസ്ഥാപകൻ, അതാണ് മുഹമ്മദ്. മനുഷ്യ മഹത്വം അളക്കുവാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും വെച്ച് നോക്കുകയാണ് എങ്കിൽ നമുക്ക് ചോദിക്കാം, ഇദ്ദേഹത്തെക്കാൾ മഹാനായ വേറേത് വ്യക്തിയാണ് ചരിത്രത്തിലുള്ളതെന്ന്. ആ മഹാനായ വ്യക്തി നമ്മെ പഠിപ്പിച്ചു തന്നു. ചിരിച്ചുകൊണ്ട് ഉത്തരം നൽകുന്നത് ദാനധർമ്മമാണ്. ഭാരം ചുമക്കുവാൻ ഒരാളെ സഹായിക്കുന്നത് ദാനധർമ്മമാണ്. വഴിയിൽ നിന്ന് കല്ലോ മുള്ളോ എടുത്തു മാറ്റുന്നത് ദാനധർമ്മമാണ്. നിങ്ങൾ വൃക്ഷം നടുക, അതിലെ പഴങ്ങൾ പക്ഷികൾ ഭക്ഷിച്ചാലും കള്ളൻ കവർന്നെടുത്താലും അത് ദാനധർമ്മമാണ്. അൽമാലു വൽ ജമാലു ളില്ലുൻ സൈലുൻ. ഈ ധനവും സമ്പത്തുമെല്ലാം നീങ്ങിപ്പോകുന്ന തണലുകളാണ്. അത് ശാശ്വതമാണെന്ന് തെറ്റിദ്ധരിച്ചാൽ അവസാനം നിങ്ങൾ ദുഃഖിക്കേണ്ടി വരുമെന്ന് പഠിപ്പിച്ച പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി മരിക്കുന്നതിന് മുൻപ് തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഞാൻ മരിച്ചാൽ എൻ്റെ കൈകൾ ഛേദിച്ച് ശവമഞ്ചത്തിൻ്റെ പുറത്ത് വെക്കുക, ലോകം കാണട്ടെ. ഒരു മനുഷ്യന് സ്വപ്നം പോലും കാണുവാൻ സാധിക്കാത്ത ഭൂപ്രദേശങ്ങൾ പിടിച്ചടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി, ഒരു മനുഷ്യന് സങ്കല്പിക്കുവാൻ പോലും സാധിക്കാത്ത സമ്പത്തുകൾ വാരിക്കൂട്ടി അലക്സാണ്ടർ ചക്രവർത്തി ഈ ഭൂമിയിൽ നിന്ന് വിട പറയുന്നത് വെറും കൈയോടെയാണെന്ന്. എൻ്റെയും നിങ്ങളുടെയും സ്ഥിതി അത് തന്നെയാണ്. അവിടെയാണ് ഈ സാൽവേഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ സാൽവേഷൻ ലഭിക്കണമെങ്കിൽ ഈ യാഥാർത്ഥ്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവരുടെ വിഷമങ്ങളും വേദനകളും മനസ്സിലാക്കുവാൻ ഒരു ദൈവവിശ്വാസിക്ക് സാധിക്കുകയുള്ളൂ. യുക്തിയിൽ അധിഷ്ഠിതമായൊരു ദൈവവിശ്വാസത്തിന് മാത്രം. ഒരിക്കലൊരു ട്രെയിനിൽ ഒരു പിതാവും കുട്ടികളും യാത്ര ചെയ്യുകയായിരുന്നു. കുട്ടികൾ ട്രെയിനിൽ ഓടിക്കളിച്ച് ബഹളമുണ്ടാക്കുന്നു. പിതാവ് ആ കുട്ടികളെ ശാസിക്കുന്നില്ല. യാത്രക്കാരെല്ലാം അസ്വസ്ഥരായി. അവരെ കൂടുതൽ കോപിപ്പിച്ചത് ആ പിതാവിൻ്റെ മൗനമാണ്. ഒടുവിലൊരു സ്ത്രീ ആ പിതാവിൻ്റെ അടുത്ത് അലറി, എന്താണ് നിങ്ങൾ കുട്ടികളോട് മര്യാദക്കിരിക്കുവാൻ പറയാത്തത്? ചിന്തയിൽ നിന്ന് ഉയർന്ന പിതാവ് പറഞ്ഞു, അവരുടെ മാതാവിനെ കബറടക്കിയിട്ടാണ് ഞാൻ വരുന്നത്. അവർ അല്പം എല്ലാം മറന്ന് ആശ്വസിച്ചോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഇത്തരത്തിൽ വേദനകൾ പേറുന്നവർ ഒട്ടനേകം ആളുകളുണ്ട് നമ്മുടെ ചുറ്റുപാടും. ഒരു ദൈവവിശ്വാസിക്ക് മാത്രമേ അവർ പറയാതെ തന്നെ ഈ വേദനകൾ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ ക്ഷണിക്കാതെ കയറി വരുന്ന 2 അതിഥികളാണ് സന്തോഷവും ദുഃഖവും. സന്തോഷത്തിൽ ആർക്കും ആരോടും പരാതിയില്ല. ദുഃഖം അതുപോലെയല്ല. ജീവിതത്തിൻ്റെ പ്രയാണത്തെ തന്നെ തടഞ്ഞു നിർത്തുന്ന മഹാവിപത്താണ് ദുഃഖം. പലപ്പോഴും ആർത്തലച്ചു വരുന്ന മാറാരോഗം, ആകസ്മികമായ മരണം, അവിചാരിതമായ ധനനഷ്ടം നമ്മെ ദുഃഖിപ്പിക്കുകയും നിരാശയിലാക്കുകയും ചെയ്യുന്നു. പിതാവ് സിനിമക്ക് വിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ പരീക്ഷക്കൽപ്പം മാർക്ക് കുറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന തലമുറയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇവിടെയാണ് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും മരണം ആഗ്രഹിക്കരുത്. നിങ്ങൾ സുഹൃതവാനാണെങ്കിൽ നന്മകൾ അധികരിപ്പിക്കുവാൻ സാധിക്കും. നിങ്ങൾ പാപിയാണെങ്കിലോ പാപമോചനത്തിന് അവസരം ലഭിക്കും. കർമ്മശാസ്ത്ര പണ്ഡിതനായി ഉർവദ് ബിൻ സുബൈറിൻ്റെ കാലുകൾക്ക് പഴുപ്പ് ബാധിച്ചു. ഡോക്ടർമാർ പറഞ്ഞു കാല് മുറിച്ച് കളയണമെന്ന്. അദ്ദേഹം അത് സമ്മതിച്ചു. എന്നാൽ മുറിച്ച് കളയുവാൻ വേണ്ടി ഓർമ്മ കെടുത്തുവാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു,
ഓർമ്മ കെടുത്തരുത് എന്ന്. എനിക്കെൻ്റെ നാഥനെ ഓർത്തുകൊണ്ടിരിക്കണം. അന്ന് രാത്രി വീണ്ടും അദ്ദേഹത്തിൻ്റെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളിൽ ഒരാൾ ടെറസിൽ നിന്ന് വീണ് മരിച്ചു. ഇത് കേട്ടപ്പോഴും അദ്ദേഹം പറഞ്ഞു, സർവസ്തുതിയും ദൈവത്തിനാണ്. അവൻ എനിക്ക് 4 അവയവങ്ങൾ നൽകി, 1 തിരിച്ചെടുത്തു, 3 അവശേഷിപ്പിച്ചു. അവൻ എനിക്ക് സന്താനങ്ങളെ നൽകി, 1 തിരിച്ചെടുത്തു, ബാക്കിയുള്ളവരെ അവൻ അവശേഷിപ്പിച്ചു. തിരിച്ചെടുത്തത് ദൈവമെങ്കിൽ നൽകിയതും ദൈവമാണ്. ഒരിക്കലും ഒരു നിരീശ്വരവാദിക്ക് ഈ സമാധാനം ലഭിക്കുകയില്ല. ലോകപ്രസിദ്ധ നിരീശ്വരവാദിയായ ഷോപ്പൻഹോവർ മരണാസന്നനായി കിടന്നപ്പോൾ ദൈവമേ ദൈവമേ എന്ന് നിലവിളിച്ചു കൊണ്ടിരുന്നു. കേട്ടവർ ചോദിച്ചു, ജീവിതകാലം മുഴുവനും ദൈവത്തിനെതിരെ പടപൊരുതിയ, ജീവിതകാലം മുഴുവനും ദൈവത്തിനെതിരെ സംസാരിച്ച താങ്കളാണോ ദൈവമേ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ എഴുതിയ ഗ്രന്ഥങ്ങളോ പഠിച്ച വിജ്ഞാനങ്ങളോ ഈ വേദന അല്പം പോലും കുറക്കുന്നില്ല. ദൈവമേ എന്ന് വിളിക്കുമ്പോൾ മാത്രമാണ് ഒരാശ്വാസം ലഭിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ചരിത്ര സ്മാരകങ്ങൾ പോലെ നിൽക്കുന്ന ചില ചുമടുതാങ്ങികൾ പഴയ റോഡുകളുടെ പരിസരത്ത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. 2 കല്ലുകൾ കുത്തനെ വെച്ച് ഒരു പാറക്കല്ല് അതിൻ്റെ മുകളിൽ വെച്ചിരിക്കും. വാഹനങ്ങളില്ലാതിരുന്ന കാലത്ത് ഭാരവും പേറിക്കൊണ്ട് വരുമ്പോൾ, ശിരസിൽ ചൂടും മുതുകത്ത് വേദനയും പാദങ്ങൾക്ക് തളർച്ചയും അനുഭവപ്പെടുമ്പോൾ ഈ ഭാരം പരസഹായമില്ലാതെ ഈ ചുമടുതാങ്ങിയുടെ പുറത്ത് ഇറക്കി വെച്ച് തൊട്ടടുത്ത മരത്തിൻ്റെ ശീതളഛായയിൽ വിശ്രമിച്ചുകൊണ്ട് നടന്നു പോകുമായിരുന്നു ആളുകൾ. അതുപോലെ ജീവിതഭാരങ്ങൾ കൊണ്ട് പാദങ്ങൾ തളരുമ്പോൾ പരസഹായമില്ലാതെ നമ്മുടെ ജീവിതഭാരങ്ങൾ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും മനസ്സിലാക്കുവാൻ കഴിയുന്ന ആ സർവേശ്വരനായ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണമെങ്കിൽ യഥാർത്ഥ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ബുദ്ധിയും യുക്തിയും അനുസൃതമായ ഒരു വിശ്വാസി, അത്തരത്തിലൊരു യഥാർത്ഥ വിശ്വാസിയാണ് ഒരു മുസ്ലിം. ഒരു മുസ്ലിമിന് ഒരിക്കലും ഒരു വർഗീയവാദിയാകുവാൻ സാധിക്കുകയില്ല. ഖുർആൻ പറയുന്നു, ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. ശരിയും തെറ്റും വേർതിരിഞ്ഞു നിൽക്കുന്നു. മതത്തിൽ ബലാത്കാരമില്ല. ശരി തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം, തെറ്റ് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. പ്രവാചകൻ പഠിപ്പിക്കുന്നു, ലൈസ മിന്നാ മൻ ദഅ ഇലാ അസ്വബിയ്യത്തിൻ വഖതല ഇലാ അസ്വബിയ്യത്തിൻ വമാത ഇലാ അസ്വബിയ്യത്തിൻ. വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവരും വർഗീയതയ്ക്ക് വേണ്ടി കൊല്ലുന്നവരും വർഗീയതയ്ക്ക് വേണ്ടി മരിക്കുന്നവരും നമ്മിൽപ്പെട്ടവനല്ല എന്ന്. ഒരു മുസ്ലിമിന് ഒരിക്കലും മഹാനായ ജീസസ് ക്രൈസ്റ്റ് ഈസാ നബി അലൈഹിസ്സലാമിനെ എതിർക്കുവാൻ സാധിക്കുകയില്ല, വെറുക്കുവാൻ സാധിക്കുകയില്ല. കാരണം വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ സ്ത്രീനാമം മാത്രമേയുള്ളൂ. അത് പ്രവാചകന്റെ ഭാര്യയുടെയോ പ്രവാചകന്റെ പുത്രിയുടെയോ പ്രവാചകന്റെ മാതാവിൻ്റെതോ അല്ല, മറിച്ച് ജീസസിന്റെ മാതാവായ മറിയത്തിൻ്റെതാണ്. മറിയത്തിന് ഖുർആൻ നൽകിയിട്ടുള്ള സ്ഥാനവും നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കാലത്തിൽ മലായികത്തിയ മറിയമ ഇന്നല്ലാഹു അസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. മലക്കുകൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക മറിയമേ, നിന്നെ ദൈവം തിരഞ്ഞെടുക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ലോക സ്ത്രീകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ത്രീയായി. ഇനി യേശുവിനെ ബൈബിൾ മഹത്വപ്പെടുത്തിയതിനേക്കാൾ ഉന്നതമായി മഹത്വപ്പെടുത്തിയിരിക്കുന്നതും വിശുദ്ധ ഖുർആനാണ്. യേശു ബൈബിളിലെ യോഹന്നാൻ സുവിശേഷത്തിൽ ചെയ്തതായി പറയുന്ന ആദ്യത്തെ അത്ഭുതം എന്താണ്? കാനായിലെ വിരുന്നിൽ വീഞ്ഞുൽപാദിപ്പിച്ചത്, മദ്യമുൽപാദിപ്പിച്ചത്. എന്നാൽ യേശു ചെയ്തതായി വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്ന ആദ്യ അത്ഭുതം എന്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മറിയത്തെ സ്വഭാവശുദ്ധിയില്ലാത്തവളെന്ന് യഹൂദർ ആക്ഷേപിച്ചപ്പോൾ, ഭർത്താവില്ലാതെ സന്താനത്തിന് ജന്മം നൽകിയവളെന്ന് പറഞ്ഞപ്പോൾ, ലോക സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ത്രീയായി വിശുദ്ധ ഖുർആൻ വാഴ്ത്തിയ മറിയം തൊട്ടിലിൽ കിടക്കുന്ന ചോരക്കുഞ്ഞായി യേശുവിൻ്റെ നേരെ വിരൽ ചൂണ്ടുകയും ആ തൊട്ടിലിൽ കിടന്ന് യേശു സംസാരിച്ചുകൊണ്ട് സ്വന്തം മാതാവിൻ്റെ അഭിമാനം ലോകത്തിൻ്റെ മുൻപിൽ ഉയർത്തിപ്പിടിക്കുന്നതാണ് യേശു ചെയ്തതായി വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതം. ആദ്യ അത്ഭുതം തന്നെ. ഇനി നിങ്ങൾ തീരുമാനിക്കുക, വീഞ്ഞുൽപാദിപ്പിക്കുന്നതാണോ, സ്വന്തം മാതാവിൻ്റെ അഭിമാനം ലോകത്തിൻ്റെ മുൻപിൽ ഉയർത്തിപ്പിടിക്കുന്നതാണോ യേശുവിനെ മഹത്വപ്പെടുത്തുന്നതെന്ന്? ഒരു മുസ്ലിം യേശുവിനെ ദൈവമായി കരുതാത്തത് യേശുവിനെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല, യേശുവിനെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടും യേശുവിൻ്റെ യഥാർത്ഥ അനുയായിയായി തീരണമെന്ന ഉത്കടമായ ആഗ്രഹം മൂലമാണ്. യേശു പറഞ്ഞു, ഏകനായ ദൈവത്തെ മാത്രം ആരാധിക്കുവാൻ ഞങ്ങൾ മുസ്ലിങ്ങൾ ഏകനായ ദൈവത്തെ മാത്രം ആരാധിക്കുന്നു. ക്രിസ്ത്യാനികൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. യേശു പറഞ്ഞു, നന്മക്കനുസൃതമായി പ്രതിഫലവും തിന്മക്കനുസൃതമായി ശിക്ഷയും ലഭിക്കുമെന്ന് ഞങ്ങൾ മുസ്ലിങ്ങളും അത് വിശ്വസിക്കുന്നു. ക്രിസ്ത്യാനികൾ കുരിശ് മരണത്തിലും ആദിപാപ സിദ്ധാന്തത്തിലും വിശ്വസിക്കുന്നു. യേശു പരിച്ഛേദനമേറ്റോ, മുസ്ലിങ്ങളും അതേൽക്കുന്നു, ക്രിസ്ത്യൻ സഹോദരങ്ങൾ അതേൽക്കാറില്ല. യേശു ഗത്സമനെ തോട്ടത്തിൽ വെച്ച് നെറ്റിത്തടം നിലത്ത് മുട്ടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ മുസ്ലിങ്ങളും സുജൂദിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നു, ക്രിസ്ത്യാനികൾ അങ്ങനെ പ്രാർത്ഥിക്കാറില്ല.
യേശു മറ്റുള്ളവരെ കാണുമ്പോൾ ഷ്ലോമലൈക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. ഞങ്ങൾ മുസ്ലിങ്ങളും അസ്സലാമുലൈക്കും സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പറയുന്നു. ക്രിസ്ത്യാനികൾ അങ്ങനെ പറയാറില്ല. നിങ്ങൾ തീരുമാനിക്കുക, യേശുവിൻ്റെ യഥാർത്ഥ അനുയായികൾ മുസ്ലിങ്ങളാണോ ക്രിസ്ത്യാനികളാണോ എന്ന്. ഇനി ഹൈന്ദവരുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് ഈ സദസ്സിലുള്ള മുസ്ലിങ്ങളോടാണ് എനിക്ക് പറയുവാനുള്ളത്. ഇന്നത്തെ ഹൈന്ദവരുടെ പൂർവികർ ആദ്യകാല മുസ്ലിങ്ങളെ സ്നേഹത്തോടെ സ്വീകരിച്ചവരാണ്. അവർക്ക് ആരാധന നടത്തുവാനും പള്ളികൾ നിർമ്മിക്കുവാനും പ്രബോധനം ചെയ്യുവാനും അവസരം